ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:30 കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം കർക്കിടക മാസമൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ക്ലാസ്സും ഇല്ല. അപ്പോൾ അമ്മ ഞാനും കൂടി അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു കേട്ടോ. ഇനിയും നമുക്ക് വേഗം ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ട്, കാരണം ഇവിടെ അടുത്തുള്ള അമ്പലത്തേക്ക് തന്നെയാണ് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് വേഗം പോവാം. ഞാൻ ഒരുങ്ങി. ഞാൻ ബ്ലാക്കും ഒക്കെ ആണ് കേട്ടോ. എനിക്ക് ഈ ബ്ലാക്കിനോട് എന്തോ ഒരു കേസ്, എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ബ്ലാക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നെല്ലിക്കോട്ടേക്കാട്ടോ പോകണത്. നെല്ലിക്കോട്ട എപ്പോഴും അടയ്ക്കുക അറിയില്ല, അത് 6 മണിക്ക് കൊടുക്കുന്ന തോന്നുന്നു. ആ ശരി, ഇറങ്ങി പൂട്ടുമോ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി വെക്കാം. അപ്പോൾ കാണിക്ക്. തെച്ചി നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുണ്ട്. പോകുമ്പോൾ അമ്പലത്തിലേക്ക് എന്താണ് ഈ തുളസി തെച്ചൊക്കെ കൊണ്ടുപോകണത്. ഞങ്ങളൊന്നും കൊണ്ടുപോകാറില്ല. എന്തെങ്കിലും പൂജയൊക്കെ ഉണ്ടെങ്കിലും കൊണ്ടുപോകാറുള്ളൂ. ഇതിപ്പോൾ എന്താ പറയുക, അമ്മമ്മ തെച്ചി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ എടുത്ത് പോകുന്നുണ്ട്. നെല്ലിക്കോട്ട അടച്ചിട്ടുണ്ടതല്ല കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആദ്യം ഇതൊക്കെ രാമേശ്വരം, അതല്ല രാമേശ്വരത്തിലും പരിഹാരപുരത്തിലും ആദ്യം ശിവനെ തൊഴുതിട്ട് മകനത്തെ മുരുകനാണോ അവിടെ? പരിഹാരപുരത്ത് മുരുകനാണ് കേട്ടോ. അപ്പോൾ ശിവനെ തൊഴുതിട്ട് മുരുകനെ തൊഴുകാൻ പാടുള്ളൂ എന്നൊക്കെയാണ് തോന്നുന്നു. അപ്പം നമുക്ക് ആദ്യം അമ്മമ്മ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം അവിടെ പോകണം, ഇവിടെ പോകണം. സോ എന്തായാലും നമ്മൾ പോകണം. ഓക്കെ. ആദ്യം ഞങ്ങൾ പോയി നെല്ലിക്കോട്ടാവിലായിരുന്നു കേട്ടോ. നട അടയ്ക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷേ അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കറക്റ്റ് സമയത്താണ് എത്തിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. 3 ചന്ദനമൊക്കെ ഉണ്ടല്ലേ ഇവിടെ. ഇനി മാറ്റാൻ മതി. 2 ചന്ദനം ഇനി ഇവിടെ ഇടും. ഇത്ര ചന്ദനമുണ്ട്. സ്പീഡിൽ നടക്കണ്ട. എനിക്ക് അതിൻ്റെ ഉദ്ദേശം മനസ്സിലായി. അമ്മു ഞാനുണ്ടേ. ഞാൻ നിൻ്റെ ഒപ്പല്ലേ വ്ളോഗ് എടുക്കട്. ഇതൊക്കെ ഇപ്പോഴത്തെ കുഴികൾ. ഹായ്. അടുത്തത് നമ്മൾ പോയത് രാമേശ്വരത്താണ് കേട്ടോ. ഈ അമ്പലങ്ങളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് അധികം ദൂരമൊന്നും നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുളം ഇതിൽ അന്ന് വന്നപ്പോൾ താമര നിൽക്കണ നോക്കൂ. വാവ്, സൂപ്പർ. ഇവിടെ അന്ന് വന്നപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. താഴെയായിരുന്നു, ഭയങ്കര താഴെ. ഇവിടെയൊക്കെ നല്ല വഴുക്കുണ്ട്, മഴ വിരിച്ച്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അമ്മ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ച് നമ്മൾ വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ രാമേശ്വരത്ത് പോയി കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പരിഹാരപുരത്ത് പോകാൻ പോകാൻ കേട്ടോ. പരിഹാരപുരമാണ് മുരുകൻ്റെ ക്ഷേത്രം, ശിവൻ്റെ ക്ഷേത്രം, അച്ഛൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ പോയി. നമുക്ക് പ്രസാദം കിട്ടി. നമ്മൾ വഴിപാടൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് ചെയ്യാം. ഈ അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സൗണ്ട് കേൾക്കണ്ടോ അറിയില്ല, പക്ഷെ നല്ല വലിയ അമ്പലം, ഭയങ്കര ഇഷ്ടമാണ്. പരിഹാരപ്പെടുത്ത് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സൺഡേയും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. സൂപ്പർ. ഓക്കെ. സൂപ്പർ കളം, വലിയ കളം. ഫുൾ മഴയായിട്ടോ, മഴ. നമുക്ക് ഈ കൽക്കണ്ടും ഇതൊക്കെ കിട്ടും കേട്ടോ. പുഷ്പാഞ്ജലി കഴിച്ചാൽ അച്ഛ ചോദിക്കാറ്, കിട്ടിയ പൂ ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് എന്തെങ്കിലും വേണം. മഴ ഇത് നടുക്കൂടെ നടന്നിട്ടല്ലേ, അരുവിക്കൂടെ നടന്നിട്ടല്ലേ നടുക്കൂടെ നടക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൻ്റെ അവിടെ എത്തി. മഴയുണ്ട്. അമ്മ ഇപ്പോൾ അവളെ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. അവൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്. കുറച്ച് എന്നിട്ടാണ് നമ്മളിപ്പം അമ്പലത്തേക്ക് വന്നത്. വെച്ചിട്ട് നമ്മളെ അമ്മൂൻ്റെ അച്ഛൻ്റെ തന്നെ കേട്ടോ. സ്വാതിശ്രീ കർണാടക സംഗീത പഠന കേന്ദ്രം ഇവളുടെ കേട്ടോ. ടാറ്റാ ഹായ്. അവളുടെ അച്ഛൻ പാട്ടമാശാണ് കേട്ടോ. എന്തായാലും നമ്മളിവിടെ എത്തി, വീട്ടിലെത്തി. ഇപ്പോൾ നമുക്ക് വീട്ടിൽ കേട്ട് രാമായണം വായിക്കാനുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം.
അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ എഴുതാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതാനുണ്ട്. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഫുള്ള് ചളിയും. വീടെത്തി. നമുക്ക് പോയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാം. ഇഷ്ടംപോലെ എഴുതാണ്ട്. ഇവിടെ ആരുമില്ലേ? ഇന്ന് അമ്മമ്മ ശീബോധിയൊക്കെ വെച്ചത് കേട്ടോ. ദേ നമ്മുടെ ശീബോധി. അപ്പോൾ നമ്മൾ രാമായണം വായിക്കാൻ പോവാണ് കേട്ടോ. പകുതി അമ്മമ്മ വായിക്കും, ബാക്കി ഞാൻ വായിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എനിക്ക് രാമായണത്തിൻ്റെ ടോണ് അറിയില്ല. ഞാൻ എൻ്റെ ഇതിൽ അങ്ങോട്ട് വായിച്ചു പോകും. സോ ഇനിയിപ്പോൾ നമുക്ക് രാമായണം വായിച്ചിട്ട് കാണാം. താടകാമറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണ്ണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ പ്രസാദം അണിത് മറ്റേ കൽക്കണ്ടും മുന്തിരി. അപ്പോൾ അത് കഴിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.